ഹൈ ഫ്രണ്ട്സ്, ഇതൊരു ഞായറാഴ്ച വ്ളോഗാണേ. ഇന്ന് ചേട്ടന് പോകണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഇച്ചിരി വൈകിയായിരുന്നു എഴുന്നേറ്റത്. അതിനുശേഷം ഞാൻ എൻ്റെ ജോലികളെല്ലാം ചെയ്തു വെച്ചു. കൊച്ചുങ്ങളെ കുളിപ്പിക്കുക, തുണി കഴുകുക, അതിനുശേഷം കിച്ചണിലേക്ക് എത്തി. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഒരു ചെറിയൊരു വിസിറ്റർ കൂടെ ഉണ്ടായിരുന്നു. അച്ഛൻ ഇന്ന് ചിക്കൻ കറി വയ്ക്കുന്നതായിരുന്നു സ്പെഷ്യലായിട്ടുള്ളത്. അതുകൊണ്ട് അത് എങ്ങനെയൊക്കെ നടക്കുന്നു എന്നുള്ള അറിയാൻ വേണ്ടി കുഞ്ഞുവാവ നേരത്തെ എത്തി അടുക്കളയിൽ തന്നെ. ഇന്നത്തെ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ സ്പൈസസ് എല്ലാം കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്ന് അത് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി പൊടിച്ച് മാറ്റി വയ്ക്കുകയാണ് ചെയ്തത്. അതിന് മുന്നേ തന്നെ ചിക്കനകത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് എന്നിവ പുരട്ടി കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചട്ടി ചൂടാക്കി അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില എന്നിവ ഇട്ട് ചെറുതായിട്ടൊന്ന് വാടുന്നവരെ ഇളക്കിയെടുത്തു. അതിനകത്തേക്ക് സവാള, അതുപോലെ തന്നെ ചെറിയ ഉള്ളി, പച്ചമുളക് എന്നിവ കൂടി തട്ടിയിട്ട് നന്നായിട്ട് ചുമന്ന കളറാകുന്നവരെ വഴറ്റിയെടുത്തു. ഇടയ്ക്കൊന്ന് അടച്ചു വെച്ചു. അതിനുശേഷം ഇതുപോലെ അടപ്പ് മാറ്റി ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ല രീതിയിൽ ചുമന്ന ശേഷം അതിനകത്തേക്ക് തക്കാളി അരിഞ്ഞിടുക. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കറി മസാല പൗഡർ എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് അടി പിടിക്കാതെ നമ്മൾ ഇളക്കുന്ന സമയത്ത് അത് നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം. അതുപോലെ അതിനകത്തേക്ക് ചിക്കൻ തട്ടിയിടുക. ചിക്കനും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് കറിവേപ്പില ഇട്ട് അതിനകത്തേക്ക് വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് ഇളക്കുക. നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി അടച്ചു വയ്ക്കാവുന്നതാണ്. അതിനിടെ ഇതിൻ്റെ മണമൊക്കെ അടിച്ച് ഒരാൾ ആദ്യം വന്ന് നോക്കിയത് കറി ശരിയായിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഇച്ചിരി ഒരു ബഹളം ഉണ്ടാക്കിയാണ്. ഞങ്ങളെ കൂടെ എടുത്തൊന്ന് അടുക്കളയിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ പുറത്തൊക്കെ കൊണ്ടുപോയി കറങ്ങി കാണിയര്, ഞങ്ങൾക്ക് ഈ കട്ടിലിൽ കിടന്ന് മടുത്തമ്മേ, കൈ വെക്കുന്നു, കാല് വെക്കുന്നു, എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കൊണ്ടുപോയാൽ മതി, കിടക്കുന്ന ഇഷ്ടമല്ല എൻ്റെ മക്കൾക്ക് കേട്ടോ. ഒരാൾ നല്ല ഉറക്കമാണ്, ഇങ്ങനെ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ആ കൈയും കാലും ഒക്കെ വിരിച്ച് കാണിക്കുന്നത്, ചിരിച്ച് കാണിക്കും, പല വിധത്തിൽ. അങ്ങനെ കഷ്ടം തോന്നി ഞാനും കൂടെ കുഞ്ഞുവാവയെ എടുത്ത് അച്ഛൻ ചിക്കൻ ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അധികം അതിൻ്റെ മണം അടുപ്പിച്ചുകൂടാത്തതുകൊണ്ട് ചേട്ടൻ വന്ന വഴി തന്നെ തിരിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞു. പിന്നെ ചേട്ടൻ കുറച്ച് നേരം വെളിയിൽ കൊണ്ടുപോയി കാറ്റൊക്കെ കൊള്ളിപ്പിച്ച് ചിക്കനൊക്കെ റെഡിയാക്കി മക്കളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്തു.